എന്താണ് ഈ പറയുന്ന മാൻ പവർ പ്ലാനിംഗ്? ഇതിന്റെ അടിസ്ഥാന ആശയം എന്താണ്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിന് മുന്നോട്ടു പോവാൻ കൃത്യം ആളുകൾ, കൃത്യം സ്ഥലത്ത്, കൃത്യം കഴിവുകളോടെ, കൃത്യം സമയത്തുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന ഒരു മാസ്റ്റർ പ്ലാനാണിത്. ഇതൊരു ചെസ് കളി പോലെയാണ്, അല്ലേ? ഓരോ കരുവും എവിടെ എപ്പോൾ വെക്കണമെന്ന് മുൻകൂട്ടി കാണണം. ഈ ആശയത്തെ നമുക്ക് 4 പ്രധാനപ്പെട്ട ശരികളായിട്ട് തിരിക്കാം. 1 ശരിയായ എണ്ണം, അതായത് ആവശ്യത്തിനുള്ള ആളുകൾ. 2 ശരിയായ സ്ഥലങ്ങൾ. 3 ആ ജോലിക്കു വേണ്ട ശരിയായ കഴിവുകൾ. പിന്നെ 4ാമത്തേത് ഇതെല്ലാം ഒരുമിച്ച് വരേണ്ട ശരിയായ സമയം. ഈ 4 കാര്യങ്ങളും ചേരുമ്പോഴാണ് മാൻ പവർ പ്ലാനിംഗ് ഒരു വിജയമാകുന്നത്. അപ്പോൾ ഈ 4 ശരികളും എങ്ങനെയാണ് ഒരു സ്ഥാപനം ഉറപ്പുവരുത്തുന്നത്? അതിന് അവരുപയോഗിക്കുന്ന 2 പ്രധാനപ്പെട്ട ടൂൾസുണ്ട്: ജോബ് അനാലിസിസും ജോബ് ഡിസ്ക്രിപ്ഷനും. കേൾക്കുമ്പോൾ ഒരുപോലെ തോന്നാമെങ്കിലും ഇത് രണ്ടും രണ്ടാണ്. എന്നാൽ പരസ്പരം ബന്ധവുമുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ജോബ് അനാലിസിസ് എന്ന് പറയുന്നത് ഒരു തരം അന്വേഷണമാണ്. ഒരു പുതിയ ജോലി ഉണ്ടാക്കുന്നതിന് മുൻപ് സ്ഥാപനം ശരിക്കും ഒരു പഠനം നടത്തും. നമ്മുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, ജീവനക്കാരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ഭാവിയിൽ എന്താവശ്യങ്ങൾ വരും, ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു റിസർച്ച് ഘട്ടമാണിത്. ഈ പഠനം കഴിഞ്ഞാൽ കിട്ടുന്ന വിവരങ്ങൾ വെച്ച് തയ്യാറാക്കുന്ന ഡോക്യുമെന്റാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ഒരു വീടിന്റെ ബ്ലൂപ്രിന്റ് പോലെയാണത്. ഓരോ ജോലിയുടെയും കൃത്യമായ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെ, എന്ത് യോഗ്യത വേണം, എന്തെല്ലാം ചുമതലകളുണ്ട് എന്നൊക്കെ വളരെ വ്യക്തമായി ഇതിൽ രേഖപ്പെടുത്തിയിരിക്കും. ഓക്കെ, അപ്പൊ തിയറി മതി. ഇനി നമുക്ക് ഇന്ത്യൻ റെയിൽവേയുടെ ഉദാഹരണത്തിലൂടെ ഈ ആശയങ്ങളൊക്കെ എങ്ങനെയാണ് ജീവിതത്തിൽ, അതായത് ഒരു വലിയ ഓർഗനൈസേഷനിൽ പ്രാവർത്തികമാക്കുന്നതെന്ന് നോക്കാം. ഇന്ത്യൻ റെയിൽവേയെ സംബന്ധിച്ച് മാൻ പവർ പ്ലാനിംഗ് എന്ന് പറയുന്നത് വളരെ സങ്കീർണമായൊരു കാര്യമാണ്. കാരണം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ശ്രദ്ധിക്കണം. ആളുകൾ വിരമിക്കുന്നു, പുതിയ തസ്തികകൾ ഉണ്ടാകുന്നു, ജീവനക്കാർക്ക് ലീവ് കൊടുക്കണം, പിന്നെ ടെക്നോളജി മാറുന്നു, അല്ലേ? വൈദ്യുതീകരണം, കമ്പ്യൂട്ടർവൽക്കരണം, അങ്ങനെ ഒരുപാട് പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ കാര്യക്ഷമതയാണ്. ആവശ്യമില്ലാത്ത സ്ഥലത്ത് ആളുകൾ അധികമുണ്ടെങ്കിൽ അവരെ പിരിച്ചുവിടുകയല്ല ചെയ്യുന്നത്. പകരം എവിടെയാണോ കൂടുതൽ ആവശ്യം അവിടേക്ക് അവരെ മാറ്റുന്നു. ഇതുവഴി നിലവിലുള്ള ജീവനക്കാരെ പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നു. ഇവിടെയാണ് ട്രെയിനിങ്ങിന്റെ പ്രാധാന്യം വരുന്നത്. ടെക്നോളജി മാറുമ്പോൾ ജീവനക്കാർക്ക് പുതിയ കഴിവുകൾ വേണ്ടിവരും. അപ്പോ റിഫ്രഷർ കോഴ്സുകളിലൂടെയും കൺവേർഷൻ കോഴ്സുകളിലൂടെയുമൊക്കെ റെയിൽവേ തങ്ങളുടെ നിലവിലുള്ള ജീവനക്കാരെ തന്നെ പുതിയ റോളുകൾക്ക് വേണ്ടി തയ്യാറാക്കിയെടുക്കുന്നു. ഇതൊക്കെ കേൾക്കാൻ നല്ലതാണ്. പക്ഷേ ഈ പ്ലാനിംഗ് ശരിക്കും ഫലപ്രദമാണോ എന്ന് നമ്മൾ എങ്ങനെ അറിയും? അവിടെയാണ് കണക്കുകൾ വരുന്നത്. നമുക്ക് ഈ പ്ലാനിങ്ങിന്റെ കാര്യക്ഷമത ഒന്ന് അളന്നു നോക്കിയാലോ? കാര്യക്ഷമത അളക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട അളവുകോലാണ് മാൻ പവർ പ്രൊഡക്ടിവിറ്റി റേഷ്യോ. സിമ്പിളായി പറഞ്ഞാൽ, ഓരോ 1000 ജീവനക്കാരെയും മാനേജ് ചെയ്യാൻ എത്ര പേഴ്സണൽ സ്റ്റാഫ്, അതായത് HR സ്റ്റാഫ് വേണം എന്നതിന്റെ കണക്കാണിത്. ഈ നമ്പർ എത്രത്തോളം കുറയുന്നോ അത്രയും കാര്യക്ഷമത കൂടുതലാണെന്നർത്ഥം. ഈ കണക്കുകളൊന്ന് നോക്കൂ. വലിയ ഡിവിഷനുകളിൽ ഇന്ത്യൻ റെയിൽവേയുടെ ശരാശരി 9.65, അതായത് 1000 പേർക്ക് ഏകദേശം 10 സ്റ്റാഫ്. എന്നാൽ പ്രയാഗ്രാജ് ഡിവിഷനിലോ വെറും 3.86. ഇത് അസാമാന്യമായ കാര്യക്ഷമതയാണ് കാണിക്കുന്നത്. പക്ഷെ അതേസമയം 11 ഡിവിഷനുകൾ ഈ ദേശീയ ശരാശരിയേക്കാൾ പിന്നിലാണെന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ബാർ ചാർട്ട് കാണുമ്പോൾ ആ വ്യത്യാസം എത്ര വലുതാണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവും. പ്രയാഗ്രാജ് ഡിവിഷനും ശരാശരിയും തമ്മിലുള്ള ഈ അന്തരം കാണിക്കുന്നത് ശരിയായ ആസൂത്രണമുണ്ടെങ്കിൽ എത്രത്തോളം മെച്ചപ്പെടാൻ സാധിക്കുമെന്നാണ്. ഇനി നമുക്ക് താരതമ്യേന ചെറിയ ഡിവിഷനുകളിലേക്ക് വരാം. ഇവിടെ ദേശീയ ശരാശരി കുറച്ചുകൂടി കൂടുതലാണ്, 10.9. എന്നാൽ റെഡ്ലാം ഡിവിഷൻ നോക്കൂ, 6.6 എന്ന മികച്ച റേഷ്യോയിൽ അവർ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു. പക്ഷെ ഇവിടെയും ഒരു പ്രശ്നമുണ്ട്. 21 ഡിവിഷനുകൾ ഈ ശരാശരിയേക്കാൾ പിന്നിലാണ്. ഈ ചാർട്ടിലും നമുക്ക് ആ വ്യത്യാസം വ്യക്തമായി കാണാൻ സാധിക്കും. രത്ലാം പോലുള്ള ഡിവിഷനുകൾ ഒരു മാതൃകയാണ്. ശരിയായ രീതികൾ ഉപയോഗിച്ചാൽ ഈ സംഖ്യകൾ എത്രത്തോളം മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നതിന്റെ തെളിവാണിത്. അപ്പോ നമ്മൾ ഈ ആശയങ്ങളും കണ്ടു, അതിന്റെ പ്രായോഗിക വശവും ചില കണക്കുകളും പരിശോധിച്ചു. ഇനി ഈ കണക്കുകൾക്കപ്പുറം തൊഴിൽ ശക്തിയുടെ ഭാവിയെക്കുറിച്ച് നമുക്ക് ഒരു നിമിഷം ചിന്തിക്കാം. അപ്പോ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: മാൻ പവർ പ്ലാനിംഗ് എന്നത് ഒരിക്കൽ ചെയ്ത് മാറ്റിവെക്കാവുന്നൊരു കാര്യമല്ല, അതൊരു തുടർ പ്രക്രിയയാണ്. ലോകം മാറുന്നതിനനുസരിച്ച്, ടെക്നോളജി മാറുന്നതിനനുസരിച്ച്
ഈ ആസൂത്രണവും നിരന്തരം മാറിക്കൊണ്ടേയിരിക്കണം. നമ്മൾ തുടക്കത്തിൽ ശരിയായ എണ്ണം എന്നതിനെക്കുറിച്ച് സംസാരിച്ചല്ലോ. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഓട്ടോമേഷനുമൊക്കെ വരുന്ന ഈ കാലത്ത് നാളത്തെ ആ ശരിയായ എണ്ണം എത്രയായിരിക്കും? ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണല്ലേ? ഈ ഒരു ചോദ്യത്തിൽ ചിന്തിച്ചുകൊണ്ട് നമുക്കിന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കാം.